ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ തുടർച്ച എന്നുള്ള പ്രത്യേകത ഉണ്ട്, കാരണം ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. രണ്ട് വീഡിയോയും ഒരേ സമയത്തിന് എടുക്കണമെന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുത്തപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തുടർച്ച ചെയ്തുകൊണ്ട് പറയണമെന്നുള്ളൂ വീഡിയോസൊക്കെ, നമുക്ക് ലാസ്റ്റ് ഭാഗം പറയാൻ സാധിച്ചില്ല. അപ്പോൾ അത് ദയവേത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പ്രത്യേകം പറയാണ്. ലാസ്റ്റ് ഭാഗമല്ല, നമ്മൾ ഈ ബോക്സിൽ കാണുന്ന ടോപ്പിക് ഉണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോവുകയാണ് ചെയ്തത്. അത് ശരിയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ എന്താ പറയുക, നമുക്കൊന്നും ലാസ്റ്റ് ഭാഗം പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കും. എന്നാലും ഒരു വീഡിയോ ചെയ്യുന്ന മര്യാദ എന്നതിൻ്റെ പേരിൽ നമ്മൾ വീണ്ടും ഈ വീഡിയോയിൽ പറയണമെന്നുള്ളൂ. കാരണം എന്തായാലും എല്ലാം തുടർച്ചയാണല്ലോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആ ഒരു രീതിക്ക് അങ്ങ് പറയുന്നതാണ് കുറെ കൂടി അഭികാമ്യമെന്ന് തോന്നി, അതുകൊണ്ട് പറയണമെന്നുള്ളൂ. പറക്കൊന്ന് ദയവേത് മനസ്സിലാക്കാം. എല്ലാ വീഡിയോസും നമ്മൾ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഉള്ള മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു എന്താ പറയുക, വീഡിയോൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി പറഞ്ഞു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ബോക്സ് വരെ പറഞ്ഞു നമ്മൾ. ഇതിൻ്റെ ബാലൻസ് ഭാഗം അപ്പുറത്തെ പേജിലായിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാതായിരിക്കും നല്ലത്. അപ്പം അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ അത്യാവശ്യം എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു, അത് കാരണം കുഴപ്പമില്ല. പിന്നെ ഉള്ളതൊക്കെ നമുക്ക് എന്തായാലും നമ്മളെല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പം അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് ഇൻ അനിമൽസ് എന്നുള്ളതാണ് പറയാനുള്ളത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് ഇൻ അനിമൽസ്. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസിൽ ബയോളജി. പിന്നെ കുറച്ച് പേരോട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ശരിക്കും നമ്മളെ യൂട്യൂബിലെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും തുടക്കവും അതുപോലെ തന്നെ അവസാനവും ഒക്കെ വേണം, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് നമുക്കത് എന്താ പറയുക, വീഡിയോ അത് വാച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുന്നത് എല്ലാം കൊണ്ടും. പിന്നെ അതൊരു മര്യാദയും കൂടിയാണ് എന്നുള്ളൊരു പ്രത്യേകം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം എന്തൊരു കാര്യമായാലും കറക്റ്റായിട്ട് ചെയ്തു പോകണം, അതിലായിരിക്കും നമ്മുടെ ഒരു വിജയം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി നമ്മൾ ക്യാമറയുടെ ക്ലാരിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗം പരമാവധി പറയാവുന്ന രീതിയിലും, അതുപോലെ തന്നെ തുടക്കമാണെങ്കിലും ലാസ്റ്റ് ഭാഗമാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് ഫലിപ്പിക്കാവുന്ന രീതിയിലും, അതുപോലെ തന്നെ ക്യാമറയുടെ ക്ലാരിറ്റി പരമാവധി നല്ല രീതിയിൽ വരുത്താൻ നമ്മൾ ശ്രമിക്കും. എന്തായാലും അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പരമാവധി ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചു വെച്ചേക്കുന്നതും. അപ്പോൾ പരമാവധി നമ്മൾ ആ രീതിയിലോട്ട് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കും വീഡിയോസൊക്കെ. അത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇത് നേരിട്ട് പറയണമെന്ന് തോന്നി നിങ്ങളോട്, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഞാനത് വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത്, പക്ഷെ നമ്മൾ അത്യാവശ്യം ടോപ്പിക്സുകൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങളെപ്പോലത്തെ നല്ല മനസ്സുള്ള വ്യക്തികളൊക്കെ വീഡിയോസ് വാച്ച് ചെയ്യണമെങ്കിൽ എന്തായാലും ക്ഷമിക്കും എന്നുള്ള പ്രതീക്ഷയും കൂടി എനിക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, കുറച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ലാസ്റ്റ് ഭാഗം നമ്മൾ എന്താ പറയാ പറയാതെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ മാത്രം അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത്, അത് പ്രത്യേകം എടുത്തു പറയാണ്. കമൻസ് ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഭാഗം ഇല്ല എന്നുള്ള രീതിയിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്.
പക്ഷെ എന്നാലും നമ്മൾ കുറേ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതിന് മുന്നൊക്കെ കുറേ വീഡിയോസൊക്കെ. അപ്പം അത് നമ്മൾ ആ രീതിക്ക് അങ്ങ് ചെയ്തു പോവുകയാണ്. അപ്പം നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു, അത്രേ നമുക്ക് പറയാനുള്ളൂ. അത് അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഒരു താങ്ക് യു സോ മച്ച് ഒക്കെ നിങ്ങളോട് മനസ്സറിഞ്ഞ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിന് വീഡിയോ എടുത്തിട്ട് കാര്യം എന്നുള്ളൊരു ചിന്തയും കൂടി എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. അപ്പം എന്തായാലും ഞാൻ അധികം എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയുന്നില്ല. ഇപ്പം തന്നെ അത്യാവശ്യം സമയം പോയി. അപ്പം നമുക്ക് പറയാം റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് ഇൻ അനിമൽസ് പറയാം. അത് കഴിഞ്ഞിട്ട് കുറേ ഒരു ടോപ്പിക്സ് കൂടി സൈഡിൽ വരുന്നുണ്ട്, അത് നമുക്ക് പറയാം. ഒരിക്കൽ കൂടി പറയണം, CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസിൽ ബയോളജി, റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് ഇൻ അനിമൽസ്. Reproductive systems in animals. Diverse reproductive systems have evolved among animals. Invertebrate reproductive systems range from simple production of gametes by undifferentiated cells in the body to complex assemblages of male and female gonads with accessory tubes and glands that carry and protect gametes and developing embryos. The reproductive systems of insects, which have separate sex and flatworms, which are hermaphroditic, are among the most complex in animals. Vertebrate reproductive systems are similar, while non-mammals have a common opening from the digestive, excretory and reproductive systems. Most mammals have a separate opening for digestive tract. Reproductive systems in animals മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ല വേർഡ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദയവായിട്ട്. ഇനി നമുക്ക് പറയാനുള്ളത് റിവ്യൂ ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ വെർട്ടിബ്രേറ്റ്സ്. Review of sexual reproduction in vertebrates. Review of sexual reproduction in vertebrates. A fish. A majority of fish shed their gametes directly into the water. Fertilization is external. Eggs contain considerable amount of yolk. Larval stages are common and any degree of parental care is rare. B. Amphibia. They return to water to mate, and it is there that their early stages of development take place. Many amphibians show elaborate behavior patterns associated with parental care. C. Reptiles. Internal fertilization occurs. Once fertilized, the zygote develops within a specialized structure. The amniote (cleidoic) egg, which provides the embryo with the fluid-filled cavity in which it can develop on land. The outer shell provides protection for mechanical damages and surrounds the four membranes that develop from the embryo. These four extra embryonic membranes, the yolk sac, amnion, chorion and allantois, provide the embryo with protection and are necessary for many of its metabolic activities, including nutrition, respiration and excretion. D. Birds and egg-laying mammals (also called the monotremes). All produce an amniotic egg and white. The shell of the egg is lost in higher mammals. The four extra embryonic membranes are retained, two of them, the chorion and allantois, giving rise to the placenta in placental mammals. Review of sexual reproduction in vertebrates. A. Fish. B. Amphibia. C. Reptiles.
ഡി ബേർഡ്സ് ആൻഡ് എഗ് ലേയിങ് മമ്മൽസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻസ്. Sexual reproduction in humans. The basic units of sexual reproduction are the male and female germ cells. This section deals with the organs within which the germ cells of animals mature and are stored, the organs through which they are transported in the process of producing a new individual, and the accessory glandular organs. ഇനി ബോക്സിൽ കൊടുത്തേക്കുന്നതാണ് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഗോണാഡ്സ്. ഗോണാഡ് ടെസ്റ്റിസ് ഇൻ മെയിൽസ് ബ്രാക്കറ്റിൽ സിംഗുലർ ടെസ്റ്റിസ് ആൻഡ് ഓവറീസ് ഇൻ ഫീമെയിൽസ് ആർ ദ ഓർഗൻസ് ദാറ്റ് പ്രൊഡ്യൂസ് ഗമേറ്റ്സ് ആൻഡ് സെക്സ് ഹോർമോൺസ്. ദ മെയിൽ ഗമേറ്റ് ഈസ് ദ spermatozoa produced by cell division in the seminiferous tubules of the adult testes. Typically, several hundred million sperm reach maturity in the epididymis and are stored in vast difference each day. Whatever is not released in ejaculation is reabsorbed, becoming part of a continuous cycle. In the female, the ovaries produce eggs or ova. At birth, about 2 million oocytes or immature eggs are present in the ovaries. Once the female reaches puberty, one egg matures approximately every 28 days inside a sac-like graphene follicle. Ovulation occurs when the mature egg bursts from the follicle and the ovary, beginning its journey down the fallopian tube towards the uterus. സ്ട്രക്ചർ ഹ്യൂമൻ ഗോണാഡ്സിൽ നല്ല വെറൈറ്റി വേർഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞതിൽ തെറ്റും വന്നിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ദയവേത് ക്ഷമിക്കുക. അപ്പൊ ഈ വേർഡ്സുകളൊക്കെ ശ്രദ്ധിച്ചു പോവുക, വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ. വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് മൾട്ടിപ്പിൾ ബർത്ത് ഓഫ് മോർ ദാൻ വൺ ഓഫ്സ്പ്രിങ് അറ്റ് എ ടൈം occurring regularly in most mammals and uncommonly in some of the larger ones such as cattle, horses and humans. In humans, the tendency to bear more than one offspring is hereditary. Multiple births in human beings arise either from the simultaneous impregnation of more than one ovum or from the impregnation of a single ovum that divides into two or more parts. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റിയിൽ ഡിഫറൻസ് വരെയാണ്. ഒരിക്കൽ കൂടി പറയണ്ട. മൾട്ടിപ്പിൾ ബർത്ത് birth of more than one offspring at a time occurring regularly in most mammals and ഫാൻ്റെ കടുത്ത് പേജും പറഞ്ഞു പോയാണ്. നമ്മൾ ഒരിക്കൽ കൂടി പറയണ്ട, വെരി സോറി. മൾട്ടിപ്പിൾ ബർത്ത് ഓഫ് മോർ ദാൻ വൺ ഓഫ്സ്പ്രിങ് അറ്റ് എ ടൈം occurring regularly in most mammals and uncommonly in some of the larger ones such as cattle, horses and humans. Birth of more than one offspring at a time occurring regularly in most mammals and uncommonly in some of the larger ones such as cattle, horses and humans.
In humans, the tendency to bear more than one offspring is hereditary. Multiple births in human beings arise either from the simultaneous impregnation of more than one ovum or from the impregnation of a single ovum that divides into two or more parts, each of which develops into a distinct embryo. Plural offspring developing from a single egg are known as identical. They are always of the same sex, resemble one another very closely, and have similar fingerprints and blood types. Offspring produced from separate ova are fraternal, not necessarily of the same sex. They have the usual family resemblance of brothers and sisters. Twins are the most frequent form of multiple birth in humans, and identical twins occur only 1/4 as frequently as fraternal twins. Siamese twins are applied to twins united congenially in a manner not incompatible with life or activity. Joined twins are always identical. Surgical separation is often possible. മൾട്ടിപ്പിൾ ബർത്ത് നമുക്ക് ഒരിക്കൽ കൂടി പറയാം. Birth of more than one offspring at a time occurring regularly in most mammals and uncommonly in some of the larger ones such as cattle, horses and humans. In humans, the tendency to bear more than one offspring is hereditary. Multiple births in human beings arise either from the simultaneous impregnation of more than one ovum or from the impregnation of a single ovum that divides into two or more parts, each of which develops into a distinct embryo. Plural offspring developing from a single egg are known as identical. They are always of the same sex, resemble one another very closely, and have similar fingerprints and blood types. Offspring produced from separate ova are fraternal, not necessarily of the same sex. They have the usual family resemblance of brothers and sisters. Twins are the most frequent form of multiple birth in humans, and identical twins occur only 1/4 as frequently as fraternal twins. Siamese twins are applied to twins united congenially in a manner not incompatible with life or activity. Joined twins are always identical. Surgical separation is often possible. മൾട്ടിപ്പിൾ ബർത്ത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഗോണാഡ്സ്. Organs that contain germ cells that later develop into male gametes or spermatozoa are known as testes or male gonads. Organs that contain germ cells that later developed into female gametes, eggs or ova, are known as ovaries. The size of gonads increase at sexual maturity because of the great number of germ cells produced at that time. The testes are composed of delicate convoluted tubules known as seminiferous tubules in which the primitive germ cells mature into spermatozoa. The testes of mammals are generally oval bodies enclosed by a capsule of tough connective tissue. Projections from this tough capsule into the testes divide the latter into several compartments, each of which is filled with hundreds of seminiferous tubules. The mature spermatozoa are discharged through efferent ducts
which communicate with the epididymis, a thick walled colloid duct in which the sperms are stored. ഇനി നമുക്ക് ഫിഗർ ആണ് പറയാനുള്ളത്. ഇതിൽ തന്നെ ഫിഗർ നോക്കാം. ഫിഗർ 1.21 ഹ്യൂമൻ ഗോണാഡ്സ്. ഫിഗർ 1.21 ഹ്യൂമൻ ഗോണാഡ്സ്. അപ്പൊ നമുക്കത് പേന വെച്ച് കാണിക്കാണ്. ഫിഗർ 1.21 ഹ്യൂമൻ ഗോണാഡ്സ്. എഫറന്റ് ഡക്ട്സ്, പിന്നെ ടെസ്റ്റീസ്, എപ്പിഡിഡൈമിസ്, പിന്നെ സെമിനിഫെറസ് ട്യൂബിൾസ് ഇവിടെ, പിന്നെ വാസ് ഡിഫറൻസ്, പിന്നെ ഫെലോപ്പിയൻ ട്യൂബ്, ഓവറി, എഗ്, ഗ്രാഫിയൻ ഫാലിക്കിൾ, പിന്നെ ഓവറി. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഫിഗർ 1.21 ഹ്യൂമൻ ഗോണാഡ്സ്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാണ്. അതൊക്കെ ഒന്ന് ദയവായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്റേണൽ വ്യൂ ഓഫ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. Internal view of the male reproductive system. The reproductive anatomy of the male human is largely external. Beginning at puberty, sperms are produced within the seminiferous tubules of the testicles, a pair of glands that reside in a punch called the scrotum. The external location of the scrotum keeps the temperature of sperm slightly below body temperature. It is necessary for their healthy development and survival. From each testicle, sperms migrate to a long, coiled tube known as the epididymis, where they are stored for 1 to 3 weeks until they mature. Also located outside the body is the penis, the erectile organ responsible for the excretion of urine and the transfer of sperm to the vagina of a female. Just before ejaculation, during sexual arousal, mature sperms travel from the epididymis through a long duct called a vas deferens. Sperms leave the body in semen, a fluid produced by the seminal vesicles. Internal view of the male reproductive system നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. Female reproductive system. The bones of the human female pelvis from a bowl-shaped cavity that support the weight of a developing fetus and encloses the organs of the female reproductive tract. Two ovaries, the female gonads, produce mature eggs. Leading away from the ovaries are the fallopian tubes or oviduct, the site of fertilization. The uterus, a muscular organ with an expandable neck called the cervix, houses the developing fetus, which leaves the woman's body through the vagina or birth canal. The three main stages of reproduction in humans are gametogenesis, fertilization, and development of embryo. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഗമേറ്റോജെനീസിസ്.
അതുകൊണ്ട് നമുക്ക് ഇവിടെ സൈഡിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതും കൂടി നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഗമൈറ്റോജനീസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് ഈ ടോപ്പിക്സുകൾ പറഞ്ഞതിന് ശേഷം നമുക്ക് പറയുന്നതായിരിക്കും നല്ലത്. ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ക്രീഷൻ ആൻഡ് ഇജസിഷൻ. Difference between excretion and egestion. Excretion is the removal of waste products of metabolism from the body if allowed to accumulate, which would prevent the maintenance of a steady state. Egestion or defecation is the removal of undigested food from the gut. It is not regarded as excretion because the material taken into the gut through the mouth is not made by the body itself. The only excretory product in the feces is bile pigments. These are breakdown products of the heme of hemoglobin. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ക്രീഷൻ ആൻഡ് ഇജസഷൻ. Excretion is the removal of waste products of metabolism from the body if allowed to accumulate, which would prevent the maintenance of a steady state. Egestion or defecation is the removal of undigested food from the gut. It is not regarded as excretion because the material taken into the gut through the mouth is not made by the body itself. The only excretory product in the feces is bile pigments. These are breakdown products of the heme of hemoglobin. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ സെക്രീഷൻ, ഓസ്മോർഗുലേഷൻ and thermomorgulation. Difference between secretion, osmorgulation and thermomorgulation. Secretion usually involves the release of useful substances such as hormones from cells through a few waste products are secreted into the kidney tubules as well during excretion. Osmorgulation is the maintenance of constant osmotic conditions in the body. It involves regulation of the water content and solutive concentration of body fluids, particularly of sodium, potassium and chloride ions. Thermomorgulation is maintenance of body temperature within a range conducive to metabolism, therefore enabling the cells to function efficiently by involving heat transfer between the organism and the external environment. Heat exchange involves the physical process of conduction, radiation and evaporation. ഒരിക്കൽ കൂടി പറയാൻ, ഡിഫറൻസ് ബിറ്റ്വീൻ സെക്രീഷൻ, ഓസ്മോർഗുലേഷൻ ആൻഡ് തെർമോമോർഗുലേഷൻ. Secretion usually involves the release of useful substances such as hormones from cells through a few waste products are secreted into the kidney tubules as well during excretion. Osmorgulation is the maintenance of constant conditions in the body. It involves regulation of the water content and solutive concentration of body fluids, particularly of sodium, potassium and chloride ions. Thermomorgulation is maintenance of body temperature within a range conducive to metabolism, therefore enabling the cell to function efficiently by involving heat transfer between the organism and the external environment. Heat exchange involves the physical processes of conduction, radiation and evaporation.
ഡിഫറൻസ് ബിറ്റ്വീൻ സെക്രീഷൻ, ഓസ്മോറഗുലേഷൻ ആൻഡ് തെർമോമോർഗുലേഷൻ ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ എന്താ പറയുക, ഈ വേർഡ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദയവായിട്ട്. ഇനി പറയാനുള്ളത് ഗമേറ്റോജെനീസിസ്. It is the production of gametes. The production of sperms is called spermatogenesis and the production of eggs is called oogenesis. Both taking place in the gonads, namely testes males and ovaries females. Both sperms and eggs are developed by nuclear division meiosis, and the sperm mother cells that undergo meiosis inside the gonads are called spermatocytes. Similarly, the egg mother cells are called oocytes. Unlike the production of sperms in males, which only begins at puberty, the production of eggs in female begins from birth. During the development of fetus, many oogonia are produced. These undergo mitosis and form primary oocytes, which remain at prophase of meiosis 1 throughout childhood. Primary oocytes are enclosed by follicle cells, and more than 2 million such follicles exist in the female just before birth. However, only about 450 ever develop secondary oocytes, which are released from the ovaries during the menstrual cycle. During the woman's fertile years, one such follicle develops into a mature one, known as the graphene follicle. Per month, this happens in response to the hormone FSH, which makes the ovaries active between the age of 11 and 16 years in females. This is called the beginning of puberty stage in the life of human females. Normally, one mature egg is produced per cycle, and each cycle lasts about 28 days and is referred to as a menstrual cycle. It starts with the production of oestrogen female sex hormone at a rapid pace during the first half cycle, attaining high levels of estrogen and the subsequent release of LH at the midpoint of the cycle, and the release of LH and estrogen in a surge causing ovulation. During ovulation, the secondary oocyte detaches from the wall of the follicle and is released into the body cavity and passes into the fallopian tube. The remaining part of the graphene follicle is stimulated by LH to develop into the corpus luteum. If fertilization does not occur, the corpus luteum starts to degenerate about 28 days into the cycle. Once it starts to degenerate, the levels of estrogen decline and the endometrium breaks down, causing menstruation. This lasts for about 5 days into the next cycle. അപ്പോൾ നമ്മൾ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഗർ ഉണ്ട്, അതാണ് നോക്കാൻ പോകുന്നത്. ഫിഗർ 1.22 ഫ്ലോ ചാർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻസ്. ഫിഗർ 1.22 ഫ്ലോ ചാർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻസ്. ഫിഗർ നോക്കാം. ഫീമെയിൽ, മെയിൽ. Production of viable oocyte. Male, production of viable sperm. Ovulation, sperm transport in duct system.
Capture of egg by oviduct, sperm deposited in vagina, transport of egg in oviduct, sperm movement through female reproductine tract, muting of sperm and egg in oviduct, union of sperm and egg, implantation of blastocyst in properly prepared endometrium, maintenance of pregnancy, birth. അപ്പം ഈ ആരോയിൽ കൊടുത്തേക്കണതൊക്കെയാണ് എന്താ പറയുക ബേർഡ്സും പോയിന്റ്സ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാണ്, ഒന്ന് മനസ്സിലാക്കി വെക്കുക ദയവായിട്ട്. ഫിഗർ 1.22 ഫ്ലോ ചാർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻസ്. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാട്ടെ, പ്രത്യേകം പറയാണ്. കാരണം ഇതിൽ മാത്രമല്ല, മൊത്തത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്താ പറയാ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ക്ഷമിക്കണം എന്ന് പറയാനേ നമുക്ക് സാധിക്കുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ഫെർട്ടിലൈസേഷൻ ആണ്. അതുകൊണ്ടാണ് നമുക്ക് സൈഡിൽ 1-2 ടോപ്പിക്സ് നമ്മൾ എടുക്കാനുണ്ട്, അത് നമുക്ക് പറയാം. അതിന് മുന്നേ നമുക്ക് ഇത് നോക്കാം, ഫെർട്ടിലൈസേഷൻ നോക്കാം. ഫെർട്ടിലൈസേഷൻ. ഇൻ ഫെർട്ടിലൈസേഷൻ ദ സൈഗോട്ട് ഡെവലപ്സ് into a ball of cells called blastocyst, which embeds itself into the wall of the uterus within 8 days of ovulation. The outer cells of the blastocyst, the trophoblastic cells, then begin to secrete a hormone called the human chorionic gonadotrophin (HCG). The human chorionic gonadotrophin (HCG), which has a function similar to that of the LH. This includes prevention of the breakdown of the corpus luteum. The corpus luteum therefore continues to secrete LH and other hormones, and this brings about an increased growth of endometrium of the uterus. The loss of the lining of the endometrium is prevented, and the absence of menstruation (the period) is the earliest sign of pregnancy. The placenta gradually takes over from the luteum from week 10 of pregnancy, when it begins to secrete most of the estrogen and other hormones mainly progesterone, essential for normal pregnancy. Failure of the corpus luteum before the placenta is fully established is a common cause of miscarriage at about 10-12 weeks of pregnancy. During pregnancy, HCG may be detected in the urine, and this forms the basis of pregnancy testing. ഫെർട്ടിലൈസേഷനിലും എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പ്രത്യേകം എടുത്തു പറയണം. ഈ വേർഡ്സ് ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ചിലപ്പോൾ പറയുന്നത് തന്നെ. എന്താ പറയാ then begin to secrete a hormone called എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അതൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള വേർഡ്സ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദയവ് ചെയ്തിട്ട്. ഒരുപാട് വരുന്നില്ല, എന്നാലും അത്യാവശ്യം നമ്മൾ എടുത്ത് പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് സൈഡിലുള്ള ടോപ്പിക്സ് പറയാം. ഇനി എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഉണ്ട്. പറയാൻ പറ്റുമോ എന്നറിയില്ല, ടൈം ഉണ്ടാവുമെന്ന്. എന്തായാലും സൈഡിലുള്ള ടോപ്പിക്സ് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് സിസ്റ്റമാറ്റിക് അനാട്ടമി. The human body comprises various systems that are grouped under the following headings: osteology,
the bone system or skeleton. Syndesmology, the articulations or joints. Myology, the muscles. Angiology, the vascular system comprising the heart, blood vessels, lymphatic vessels and lymph glands. Neurology, the nervous system. The organs of sense may be included in this system. Splanchnology. Splanchnology. The visceral system. Topographically, the viscera forms two groups, namely thoracic viscera and abdominopelvic viscera. The heart, a thoracic viscus, is best considered with the vascular system. The rest of the viscera may be grouped according to their functions. 1. The respiratory apparatus, 2. the digestive apparatus, and 3. the urogenital apparatus. The third subgroup should include only such components of the urogenital apparatus as are included within the abdominopelvic cavity, but it is convenient to study certain parts that lie in relation to the surface of the body under this heading. For example, the testes and external organs of generation. Splanchnology, the visceral system. Topographically, the viscera forms two groups, namely thoracic viscera and abdominopelvic viscera. The heart, a thoracic viscus, is best considered with the vascular system. The rest of the viscera may be grouped according to their functions. 1. the respiratory apparatus, 2. the digestive apparatus, and 3. the urogenital apparatus. The third subgroup should include only such components of the urogenital apparatus as are included within the abdominopelvic cavity, but it is convenient to study certain parts that lie in relation to the surface of the body under this heading. For example, the testes and external organs of generation. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റെമാറ്റിക് അനാട്ടമിയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഓസ്റ്റിയോളജി, സിൻഡസ്മോളജി, മൈലോജി, ആൻജിയോളജി, ന്യൂറോളജി, സ്പ്ലാൻക്യോണോളജി. ഇതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ദയവേത് ക്ഷമിക്കുക. ഇനിയൊരു ടോപ്പിക് കൂടി നമുക്ക് പറയാനുണ്ട്. ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ പറഞ്ഞതെല്ലാം. ഇനി നമുക്ക് പറയാനുള്ളത് ന്യൂറോളജി ആൻഡ് സൈക്യാട്രി. Neurology and psychiatry. Considerations of disorders of the nervous system is neurology, while psychiatry deals with behavior disturbances of a functional nature. The division between these two medical specialties cannot be sharply defined, as neurological disorders often manifest both organic and mental symptoms. Considerations of disorders of the nervous system is neurology, while psychiatry deals with behavior disturbances of a functional nature. The division between these two medical specialties cannot be sharply defined, as neurological disorders often manifest both organic and mental symptoms. ഇപ്പം ന്യൂറോളജി ആൻഡ് സൈക്കാട്രിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ഹ്യൂമൻ പ്രഗ്നൻസി ആവറേജസ് 266 days ബ്രാക്കറ്റിൽ 38 weeks ഫ്രം കൺസെപ്ഷൻ.
or 40 weeks from the start of the last menstrual period. Human pregnancy averages 266 days (bracketly 38 weeks) from conception or 40 weeks from the start of the last menstrual period. Human gestation can be divided for convenience into 3 trimesters of about 3 months each. The developing baby is called an embryo for the first 8 weeks, after which it is called a fetus. All of its major organs develop in the first trimester. During pregnancy, nausea and vomiting are common. Especially in the morning, the breasts may enlarge and become tender, and the body weight begins to increase. The second trimester fetus is obviously human and grows quickly. The mother's pregnancy is noticeable both externally and internally. (bracketly she can feel the fetus moving). (bracketly mother's heart rate and blood pressure increases to accommodate the needs of the fetus. In the third trimester, the fetal organs mature. Most babies born prematurely at the beginning of the third trimester survive, and their chances increase dramatically with each week in the womb. ഇതാണ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലെയും ഡിഫറൻസ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദയവായിട്ട്. ഇനിയിപ്പോ ഓക്സ് ആണ് കൊടുത്തേക്കുന്നത്, നമുക്കത് നോക്കാം. വീക്ക് 1 ഫെർട്ടിലൈസേഷൻ. ക്ലീവേജ് ടു ഫോം എ blastocyst 4-5 days after fertilization, more than 100 cells. Implantation 6-9 days after fertilization. Week 2, the 3 basic layers of the embryo, namely ectoderm, mesoderm and endoderm, develop. No research allowed on human embryos beyond this stage. Week 3, woman will not have a period. This may be first sign that she is pregnant. Neural tube develops. The beginning of the brain and spinal cord (bracketly first organs). Embryo about 2 mm long. Week 4, heart, blood vessels, blood and gut start forming. Umbilical cord starts developing. Embryo about 5 mm long. Week 5, brain developing. Limb buds, small swellings which are the beginning of the arms and legs. Heart is a large tube and starts to beat, pumping blood. This can be seen in an ultrasound scan. Embryo about 80 mm long. Week 6, eyes and ears start to form. Ears start to form. Week 7, all major internal organs developing. Face forming. Eyes have some color. Mouth and tongue. Beginnings of hands and feet. Fetus is 17 mm long. By week 12, fetus fully formed with all organs, muscles, bones, toes and fingers. Sex organs well developed. Fetus is moving for the rest of the gestation period. It is mainly growing in size. Fetus is 56 mm long from head to bottom. Pregnancy may be begin to show. By week 20, hair begin to grow, including eyebrows and eyelashes. Fingerprints developed. Finger nails and toenails growing. Firm hand grip. Between 16 and 20 weeks, movement of the baby is usually felt for the first time. Baby is 160 mm long from head to bottom. By week 24,
eyelids open, legal limit for abortion in most circumstances. By week 26, has a good chance of survival if born prematurely. By week 28, baby moving vigorously, responds to touch and loud noises, swallowing amniotic fluid and urinating. By week 30, usually lying head down, ready for birth, babies 240 mm from head to bottom. By week 40, bracket 9 months birth. അപ്പോൾ ഈ വീക്ക് 1 മുതൽ ബൈ വീക്ക് 40 വരെയുള്ളതൊക്കെ ഒന്ന് ദയവേത് ശ്രദ്ധിക്കുക. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്, അതും ദയവേത് ക്ഷമിക്കാം. ഇതിലും കുറച്ച് വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് ടഫ് വേർഡ്സ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും. അപ്പൊ ഇതുവരെയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ചൈൽഡ് ബർത്ത്, എംബ്രിയോണിക് എൻവയോൺമെന്റ്, മെന്റൽ ഇൽനെസ്, autonomic nervous system, disease of the nervous system, പിന്നെ excretion, osmorgulation and thermomorgulation, excretory products, excretion in plants, excretion in animals, osmorgulation, ADH and formation of urine in animals. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെഷ്യലി സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് നമ്മൾ പ്രത്യേകം ആ സ്പോട്ടിൽ തന്നെ എല്ലാ ടോപ്പിക്സ് എടുത്തോയപ്പോൾ പറഞ്ഞിരുന്നു, അതൊക്കെ ദയവേത് മനസ്സിലാക്കാം. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ അതും ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ജനറൽ സയൻസിൽ ബയോളജി എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും. ഈ വീഡിയോ അപ്പോൾ സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കുക ഒരിക്കൽ കൂടി. പിന്നെ ഇതിനു മുന്നേ നമ്മൾ വീഡിയോ എടുത്ത കാര്യമൊക്കെ നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ആ വീഡിയോയിൽ പറ്റിയ മിസ്റ്റേക്ക് ഒക്കെ. അപ്പം അതൊക്കെ ഒന്ന് ദയവേത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര നാളുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നിങ്ങളെല്ലാവരും ദയവേത് കണ്ടു നോക്കണം. വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷെ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കണം, അതെൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണ്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആത്മാർത്ഥമായിട്ട് തന്നെ. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Good night and thank you so much.